ആദ്യം അവര് തമ്മിലൊന്ന് സംസാരിച്ചാൽ എവിടെ നിന്നാണ് കൊല്ലപ്പെട്ട ഈ ഷൂ മേടിച്ചത് എന്നോട് പറഞ്ഞു ചേട്ടാ, അപ്പൊ ഇന്ന് എങ്ങാനും ധ്യാന്റെ കൗണ്ടർ ഏറ്റില്ലെങ്കിൽ ഈ ഷൂ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കണം. ഫോൺ എറിഞ്ഞിട്ടാണോ ഷൈൻ വൈറലായത്? അങ്ങനെയല്ല. ഇത്രയും ബുദ്ധിമാന്മാരുടെ കുറച്ചുകൂടെ നിന്നെ ആരോ കുറച്ച് പറ്റിച്ചതാണ് നിന്റെ ചോദ്യം ചോദിക്കാൻ വേണ്ടി. ഞാൻ അച്ഛൻ കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ട് ഫാനായിട്ട് സിഗരറ്റ് വലിച്ച തുടങ്ങിയാണ്. അതേ ഏട്ടൻ അച്ഛൻ വലിക്കുന്ന കണ്ടിട്ട് ഒരിക്കലും ജീവിതത്തിൽ വലിക്കരുത് എന്ന് രണ്ട് പെർസ്പെക്റ്റീവാണ്. അപ്പൊ സിനിമ എന്നുള്ളതല്ല, നമ്മൾ നേരിട്ട് കാണുന്ന ആൾക്കാരാവാം, എല്ലാത്തിനും നമ്മുടെ ചുറ്റുപാട് നിന്നൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. ചിലപ്പോ വരുമായിരിക്കുന്നു. ഞങ്ങളിവിടുത്തെ പരീക്ഷയ്ക്ക് ശേഷമാണ് ഇത് പുറത്തേക്ക് വിട്ടു തുടങ്ങിയത്. ഇത് പാർട്ട്നേഴ്സിനെ പറ്റി എന്നെ പറ്റിയില്ലല്ലോ ചർച്ച, പ്രസ് മീറ്റ് അല്ലല്ലോ എന്റെ ബുക്കിംഗ് പറയേണ്ട പ്രസ് മീറ്റ് അല്ലേ. സിനിമയെ കുറിച്ച് സംസാരിക്കും അല്ലേ? പറയൂ. ആണോ? ഇത്രയും നീ ഇൻക്ലൂഡ് ചെയ്തെടുത്ത അല്ലേ? അത്രയധികം കഥകളൊന്നും ഓർത്ത് വെച്ചിട്ടില്ല. അതല്ല പ്രശ്നം വരുള്ളൂ. അല്ല, ഇത് കൂടുതൽ പറയാൻ ഞാൻ എന്തൊക്കെ പറയാമെന്ന് ഞാൻ എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ എന്നോടൊന്നും പറയരുതെന്നാ പറഞ്ഞത്. അല്ല, ഈ ആ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഹൈസ്റ്റാണ്, ചെറിയൊരു ക്രൈം ത്രില്ലറല്ല, മർഡർ മിസ്റ്ററി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര മൾട്ടി ലെയർഡാണ്. പറഞ്ഞ പോലെ എന്താ പറയണ്ടത്, എന്താ പറയല്ലേ, ഭയങ്കരമായിട്ട് കണ്ണൂർ സ്കോറിന്റെ റൈറ്റർ ബാക്കി പറയുന്നു. ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. കൊള്ളാം. പോലീസ് അല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ അന്വേഷണം തന്നെയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള അന്വേഷണമാണ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു മേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ സത്യം പറയണ ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഈ പാർട്ട്നേഴ്സിന്റെ ഇതിനൊന്നും അല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ പ്രസ് മീറ്റിനല്ല. കാരണം ഈ സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ ഓടും. ഈ സിനിമയിൽ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ വന്നത് ഈ ചെറുക്കൻ എന്തൊക്കെയാണ് ഇന്റർവ്യൂവിൽ പറയുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ. നമ്മൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ധ്യാൻ എന്താണ് പറയുന്നത്, എന്താണ് പരിപാടികൾ. ഇപ്പൊ 2-3 സിനിമയായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നു. അപ്പം അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സിനിമയെ കുറിച്ച്, സിനിമ എങ്ങനെയാണ് ഇദ്ദേഹം കാണുന്നത് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കുറച്ചുമ്പോ പറഞ്ഞില്ലേ, ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയേണ്ടത്, ഒന്നും പറയാൻ ഒന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെയാണ് ഒന്നും പറയുന്നത്. അപ്പോ ഇവിടെ എന്താണ് ധ്യാൻ, എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് ധ്യാനിന്റെ ബിഹേവിയർ നിങ്ങൾ ചോദിച്ചിട്ട് എങ്ങനെയാണ് തിരിച്ചു പറയുന്നത്. അപ്പൊ അങ്ങനെ ധ്യാന്റെ ഒപ്പം വരുന്ന ധ്യാന്റെ തമാശകളെ കുറച്ച് എന്താണ്. ഞാനൊരു 25 വർഷമായ സിനിമയിൽ വന്നിട്ട് നമ്മള് ചില ആളുകള് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറും. അതൊരു പക്ഷേ നമ്മള് പ്രതീക്ഷിക്കാതായിരിക്കും അത് കയറുന്നത്. അങ്ങനത്തെ ഒരാളാണ് ധ്യാൻ. ഞാൻ ധ്യാന്റെ കൂടെ ആദ്യത്തെ ഒരു ദിവസം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒന്നും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല. കുറേ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് പെട്ടെന്ന് ഒരാളുടെ മനസ്സ് കീഴടക്കാനുള്ള എന്തോ ഒന്ന് ധ്യാനിലുണ്ട്. അതാണ് മലയാളികള് ഈ ചെറുപ്പക്കാരനെ നെഞ്ചിലോട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. അതിനകത്ത് യാതൊരു സംശയമില്ല. അതെന്തായാലും ധ്യാനൊരു സിനിമ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ധ്യാനപ്പോ ഒരു ഇന്റർവ്യൂവിലും കൂടെ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി. ഇനി ബാക്കിയോട് എന്തായാലും കാണണം. ഇതൊക്കെയാണ് എന്റെ ക്യാരക്ടർ. ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് ഇദ്ദേഹം, നമ്മുടെ ഡയറക്ടർ. പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രൊഡ്യൂസർ കൊല്ലപ്പള്ളിയെ കുറിച്ചാണ്. ദയവേറ്റ് നിങ്ങളുടെ എല്ലാവരുടെയും ക്യാമറ അദ്ദേഹത്തിന്റെ ഷൂയിലേക്ക് ഒന്ന് സൂം ചെയ്യണമെന്ന് ഞാൻ
പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുകയാണ്. അത് മറ്റൊന്നുമല്ല, ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇത് എവിടെ നിന്നാണ് കൊല്ലപ്പെട്ട ഈ ഷൂ മേടിച്ചത്? എന്നോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഒരു ഷൂ മേടിച്ചു, ഒരു ഇന്റർവ്യൂവിൽ കഴിഞ്ഞിടയ്ക്ക് കിട്ടുന്നത് അത് ഭയങ്കര വൈറലായി. അപ്പൊ ഇന്ന് എങ്ങാനും ധ്യാന്റെ കൗണ്ടർ ഏറ്റില്ലെങ്കിൽ ഈ ഷൂ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടുകൊണ്ട് വന്ന ഷൂ ആണ്. ഇനി ഈ ഷൂവിന്റെ പേരിൽ നിങ്ങൾ ഈ സിനിമ കാണാതിരിക്കരുത്. ഈ സിനിമയും ഈ ഷൂവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുന്നു. സിനിമയെ കുറിച്ചല്ലോ പറഞ്ഞത്, ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് പ്രഷർ ഉണ്ട്. സിനിമ റിലീസിനെ കുറിച്ച് ആ പ്രശ്നമില്ല. ഇന്ന് എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ട്. ധ്യാൻചേട്ടന്റെ മാസം തോന്നുന്നു. അപ്പൊ കുടുംബശ്രീ കുഞ്ഞാട് ഇറങ്ങുന്നത് ഇന്ന് സ്വർഗത്തിലെ കട്ടും ഇറങ്ങി ഇനിയിപ്പോ വാർണേഴ്സ് ഇറങ്ങാൻ പോകുന്നു. ധ്യാൻചേട്ടന്റെ സിനിമകൾ ഇങ്ങനെ ഈ മാസം മുഴുവൻ ധ്യാൻചേട്ടനുള്ളതാണെന്ന് തോന്നുന്നു. അത് ഇനി വർഷങ്ങളുണ്ട്. ഒരുപാടുണ്ട്. ധ്യാന്റെ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ധ്യാൻ ഇതിനകത്തൊക്കെ എത്ര സിനിമകളുണ്ടെന്ന് അറിയാമോ എന്നോട്. ഞാൻ ചോദിച്ചു, ധ്യാൻ പറയുന്ന ഒരു കഥയിൽ നമുക്കൊരു 3 സിനിമയ്ക്കുള്ള പ്ലോട്ടുകളുണ്ടാവും. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനകത്ത് എത്ര സിനിമയാണെന്ന് അറിയാൻ ചേട്ടാ. ഇതെല്ലാം കൂടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ കുറെ പരിപാടികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റ്. ധ്യാന്റെ കഥ കേട്ടാൽ തന്നെ കുറേ സിനിമകൾക്കുള്ള പരിപാടികൾ അതിനകത്തുണ്ട്. ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, അത് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതെല്ലാം നമ്മൾ പിന്നീട് ആലോചിക്കുമ്പം നമുക്കത് ഒരുപാട് തമാശ ഫീൽ ചെയ്യും. അത് അതിൻ്റെതായ രീതിയിൽ അത് നമ്മളോട് ഒരാളൊരു സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പം അദ്ദേഹത്തിന് അത്ര ഉറപ്പുണ്ടാവും നമ്മളത് എൻജോയ് ചെയ്യും എന്നുള്ളത്. അപ്പൊ അദ്ദേഹം അന്ന് കാണിച്ചതൊക്കെ തെറ്റാണെന്ന് അദ്ദേഹം തന്നെ അത് നമ്മൾ ചിരിയോടുകൂടിയാണ്. പക്ഷെ അപ്പോഴും നമുക്ക് അദ്ദേഹത്തിനോടൊരു ദേഷ്യമോ ഒന്നും തോന്നില്ല. അപ്പൊ അങ്ങനെ കുറേ കഥകളുണ്ട്. തീർച്ചയായിട്ടും എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാനത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ധ്യാൻ തന്നെ ഉപയോഗിക്കും. കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരാളാണ് ധ്യാൻ, നമുക്കറിയാം. വേറെ ടൈപ്പ് കഥകളാണ്. അത്തരം കഥകളും ഞങ്ങൾക്കിടയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അല്ലെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ വേറെ ടൈപ്പ് സിനിമയായിട്ട് ഇറക്കുന്നതായിരിക്കും. ജാൻചേട്ടൻ ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണ്. ഡയറക്ടർ എന്ന് പറയുന്നത് അതുപോലെ ആവാൻ ശ്രമിക്കുന്ന, അതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്ന ആക്ടറാന്ന് പറഞ്ഞു. ഇവന്തോ വർഷങ്ങൾക്ക് ശേഷം പോലും ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു ട്രോള് കിട്ടാത്ത ഒരേ ആക്ടർ താങ്കളാന്ന് തോന്നുന്നു. ബാക്കി എല്ലാവർക്കും അത്യാവശ്യം അപ്പം അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കഥാപാത്രം ചെയ്തത് ആ കഥാപാത്രത്തെ റീച്ച് ആവുകയും ചെയ്തു. അപ്പോൾ അതേപോലത്തെ കഥകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ കമ്മിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ തീർത്ത് പോവുക അങ്ങനെ ഇതാണോ? അതേപോലത്തെ കഥകൾ വരുന്നുണ്ടോ? ഈ പാർട്ട്നേഴ്സ് എന്ന കഥയിലെ കഥാപാത്രം അതുപോലത്തെ ഒരു കഥാപാത്രമാണോ? നമുക്ക് കിട്ടുന്ന ശ്രീനേട്ടൻ പറഞ്ഞ പോലെ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ അങ്ങനല്ലേ വല്ലപ്പോഴല്ലേ ഇങ്ങനെ അവസരമൊക്കെ ഇങ്ങനത്തെ അവസരങ്ങൾ എനിക്കെന്താ വെച്ചാൽ അവസരങ്ങൾ കൂടി വരുന്നു. അപ്പോൾ പിന്നെ നമ്മള് പലപ്പോഴും ഇതൊക്കെ നമ്മള് ഞാൻ പല സ്ഥലത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഏട്ടന്റെ സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. കഴിഞ്ഞ കുറച്ച് അങ്ങനെ നോക്കുമ്പോൾ കഥ ഇഷ്ടപ്പെട്ട് ഞാൻ അവസാനമായിട്ട് ചെയ്ത സിനിമയാണ് ഏതാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആലോചിക്കണം. അപ്പൊ നമ്മള് അങ്ങനൊരു എനിക്ക് തോന്നില്ല നമ്മള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പെർഫെക്റ്റ് ഒരു കഥയോ സ്ക്രീൻ പ്ലേയോ അങ്ങനെ ഒരു സാധനം അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം ഏട്ടൻ്റെ സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിനുശേഷം വന്ന സിനിമകളായിക്കോട്ടെ, അപ്പൊ കിട്ടുന്ന സംഭവം ഈ ഒരു സമയത്ത് നമ്മളാ ഒരു ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം പ്രത്യേകിച്ചൊരു ആക്ടിങ്
പ്ലാനോ അല്ലെങ്കിൽ കരിയർ പ്ലാൻ ഇല്ലാത്ത ഒരാൾക്ക് എന്ത് സിനിമയും അല്ലെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളതുകൊണ്ട് അല്ലേ, ബോണസ് എന്ത് കിട്ടിയാലും ബോണസ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പല സ്ഥലത്ത് ഞാൻ ഇതെല്ലാം ആഴ്ചകളൊന്നും പറയുന്നല്ലടാ, എന്നെ ഇതേ ആരും ചോദിച്ചോണ്ടിരിക്കുന്നു. ഓരോ സ്ഥലത്ത് വരുമ്പോഴും എപ്പോഴും ചോദിക്കുന്നത്. അപ്പം കിട്ടുന്നത് ഇപ്പൊ എനിക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഐഡിയ നവീൻ ചേട്ടൻ ഇത് ആദ്യമായിട്ട് പറഞ്ഞപ്പോ ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഒരു സാധനം അല്ലെങ്കിൽ ഇതൊരു ഞാൻ ഇതിനെ പറ്റി ഒരു ന്യൂസ് ആയിട്ട് ഞാൻ പേപ്പറിൽ വായിച്ചിട്ടുള്ള ഒരു സംഭവം. അപ്പൊ ഇങ്ങനൊരു ഇതിനൊരു വാർത്തയായിട്ടൊരു പേപ്പറിൽ ഞാൻ കണ്ടത് കുറച്ച് മുന്നേ കണ്ടപ്പോ ഇതൊരു സിനിമയാക്കാനുള്ള സാധ്യതയും ഇത് ഞാൻ ചിന്തിച്ചിരുന്നു. ഇങ്ങനൊരു സാധനം കഥയായിട്ട് വരുവാണോ സിനിമയായിട്ട് വരുവാണോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിരുന്നു അന്ന് ഈ വാർത്ത ഞാൻ ആദ്യമായിട്ട് പേപ്പറിൽ കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് നവീൻ ചേട്ടൻ ഇങ്ങനെ ഒരു കഥയായിട്ട് വരുന്നത്. ആ സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ആ സംഭവം അതൊരു ഒരിക്കലും നടക്കാത്തതും അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ സാധനം. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി നവീൻ ചേട്ടന്റെ ഈ സിനിമ കൊണ്ടുള്ള പേർപ്പസ്, ഒരു സിനിമക്ക് ഒരു പേർപ്പസ് ഉണ്ടാവും. എന്താണ് സിനിമ കൊണ്ട് നവീൻ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് അത് ആ കാര്യം ഇത് മീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ആ പേർപ്പസ് മീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സിനിമകൾ നേരത്തെ പറഞ്ഞ മണി ഹീസ്റ്റ്, ഇറ്റാലിയൻ ജോബ്, ഇത്തരം സിനിമകൾ അല്ലെങ്കിൽ വേറിട്ട തോട്ട് ഉള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന മലയാളി ഓഡിയൻസ് അല്ലെങ്കിൽ പുതിയ സെറ്റ് ഓഫ് ഓഡിയൻസിന് ഇത് എന്താണ് അല്ലെങ്കിൽ ഒരു പുതുമയാണ്. ഡെഫിനറ്റ് സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നൊക്കെ പറയുന്ന വലിയ ഡയറക്ടേഴ്സ്, സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പുറത്ത് സിനിമ കണ്ടിട്ട് ഇപ്പോൾ ഡൈഹാർഡ് കണ്ടിട്ടാണ് ആദ്യമായി സിഗരറ്റ് വലിക്കാൻ തോന്നിയത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇപ്പം ഇങ്ങനത്തെ സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ, ക്രൈം ഹേസ്റ്റ് സിനിമകളൊക്കെ. ഈ ധൂമൊക്കെ ഇറങ്ങിയ സമയത്ത് ആക്ച്വലി അങ്ങനെ കുറെ ഹേസ്റ്റുകളായി ഇൻസ്പയർ ചെയ്തിട്ട് നടന്നിട്ടുണ്ട്. ദൃശ്യത്തിന്റെ മോഡൽ കൊലപാതകങ്ങളെ പറ്റി നമുക്കറിയാം. ഇങ്ങനത്തെ ക്രൈം സിനിമകൾ ചെയ്യുമ്പോൾ ഇതിന് ഈ റിയാലിറ്റിയുടെ സാധ്യത ഉണ്ടാവുമോ, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സിനിമയ്ക്ക് കണ്ടില്ല, പൊതുവിൽ ഞാൻ ശ്രീനിവാസനെ അങ്ങനെ ചിന്തിച്ചു. ഡെഫിനറ്റ്ലി എന്ന് വെച്ചാൽ പക്ഷെ അത് ഭയങ്കര വിവരക്കേടല്ലേ. അങ്ങനെ നമ്മളെ ഒരു സിനിമ കൊണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമോശമല്ലേ അല്ലേ. ആ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ദൃശ്യത്തിന്റെ ആയിക്കോട്ടെ, സ്മോക്ക് ചെയ്യുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ സിനിമയിൽ ഇപ്പൊ ഞാൻ അച്ഛൻ കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ട് ഫാനായിട്ട് സിഗരറ്റ് വലിച്ച തുടങ്ങിയാണ്. അതേ ഏട്ടൻ അച്ഛൻ വലിക്കുന്ന കണ്ടിട്ട് ഒരിക്കലും ജീവിതത്തിൽ വലിക്കരുത് എന്ന് രണ്ട് പെർസ്പെക്റ്റീവാണ്. അപ്പൊ സിനിമ എന്നുള്ളതല്ല, നമ്മൾ നേരിട്ട് കാണുന്ന ആൾക്കാരാവാം, എല്ലാത്തിനും നമ്മുടെ ചുറ്റുപാടിനൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. സിനിമ ആ രീതിയിൽ നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ്. നമ്മള് കാണുന്നതും അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ നമ്മൾ എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രെസ് ബസ്റ്ററാണ് സിനിമ. ആ രീതിയിൽ സിനിമ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെ ഡെഫിനറ്റ്ലി ആൾക്കാരെ സിനിമ ഒരു പരിധി കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് പോലെയിരിക്കും. ഒരു ത്രില്ലർ സിനിമയ്ക്ക് ഒരു ഫോർമുല ഉണ്ട്, ഒരു ഇന്റർവെല്ലിൽ ഒരു പഞ്ച് വേണം, സെക്കൻഡ് ഹാഫിന്റെ അവസാനത്തെ പ്രതീക്ഷിക്കാത്ത ഡിസ്പ്ലേക്ക് ഉണ്ട്. ആ ഒരു ഫോർമുലയിലാണ് ഒട്ടുമിക്ക ത്രില്ലർ സിനിമകൾ ഉണ്ടാകുന്നത്. അപ്പം അതിന്റെ ഒരു ചുവട് പിടിച്ച് ഒരു 90% സിനിമകൾ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ആ ഒരു ഫോർമുല തന്നെ പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കുമോ? കംപ്ലീറ്റ്ലി കൊമേഴ്ഷ്യൽ സിനിമയല്ല, ഡെഫിനറ്റ് ആ ഫോർമുല ആവശ്യമാണ് ഇങ്ങനെയുള്ള സിനിമകൾ ഉപത്തിൽ. അപ്പൊ ആ രീതിയിൽ ആ ഫോർമുല തന്നെ കീപ്പ് ചെയ്ത് പോകുന്ന ഒരു കറക്റ്റ്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇന്റർവെൽ ഇംഗ്ലീഷ് പടങ്ങൾക്ക് സാധാരണ ഇന്റർവെൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. ഇവിടെ ഇംഗ്ലീഷ് പടങ്ങൾ അങ്ങനെ കണ്ടു. ഇവിടെയാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് ഇന്റർവെൽ, അതിന് വേണ്ടിയിട്ടൊരു ഇന്റർവെൽ എന്ന് പറഞ്ഞ സാധനം എനിക്ക് തോന്നുന്നു മാത്രമേ ഉള്ളൂ എന്നല്ലേ നമുക്കാണ്. പുറത്തുള്ള സിനിമകൾക്ക് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ഇവിടെ പെട്ടെന്നൊരു കട്ട് ചെയ്തിട്ട് അവിടെ ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടുന്ന പരിപാടി. അപ്പൊ ഇവിടെ അതുകൊണ്ട് തന്നെ അതൊരു മാൻഡേറ്ററി ഫോർമുലയായി മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്യണം, കറക്റ്റ് പോയിന്റ് ബ്ലോക്ക് ചെയ്യുക, ഒരു എലിവേഷൻ, പിന്നെ അടുത്തത് നെക്സ്റ്റ് എന്ത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുക. സോ ഡെഫിനറ്റ്ലി ഈ സിനിമ അങ്ങനെ ഫോർമുലയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണുമ്പോൾ അത് മനസ്സിലാകും. ഇപ്പൊ ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമ
ചെയ്യുന്ന നായക നടന്മാരിൽ ഇപ്പം ധ്യാനേട്ടനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പട്ടം ഉണ്ടല്ലോ. നിലവില് ഇപ്പൊ എത്ര പടത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറയാമോ? ഈ ഒരു ടൈമിൽ കുറെ പടമുണ്ട്. ഇപ്പൊ ദിലീപേട്ടൻ്റെ കൂടെ പടം, പിന്നെ ഓമറിന്റെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പടങ്ങളിലും അത്യാവശ്യത്തെ ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു പോകുന്നു. 10 വർഷം കൂടെ ഇങ്ങനെ പോകും. 10 പോകും, കുറച്ച് വർഷം പോകും. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇതിനിടയിലൊക്കെ നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്ന സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, അതൊക്കെ മാറ്റേഴ്സ്. എത്ര വർഷം നമ്മൾ പോകണമെന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നല്ല നടനായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടെ നല്ല മനുഷ്യനായതുകൊണ്ട് അത് മാറ്റേഴ്സ് ഡെഫിനറ്റ്ലി. മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനാ സംവിധാനമൊക്കെ ചെയ്യുന്നത്, അഭിനയിച്ച് പണം ഉണ്ടാക്കേണ്ട സമയമല്ലേ, നീ സിനിമ സംവിധാനം ചെയ്ത് ഭയങ്കര തെറ്റായ തീരുമാനമായി പോയി. അതിപ്പോ ചോദിക്കാനുള്ള കാര്യം അല്ല, ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോ മമ്മൂക്ക ചോദിച്ചല്ല. രണ്ടാമത് ഇനിയും സിനിമകൾ ചെയ്യാൻ ഡയറക്ഷൻ പ്ലാനിങ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഉണ്ടിക്ക എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ഇപ്പം ഒന്നും അങ്ങനെ പോട്ടെ. അറിയാലോ, ഇത് സിനിമ ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 5-6 മാസം നമ്മൾ അതിന്റെ ഒപ്പം നിൽക്കണം. അപ്പൊ ദിവ്യാനിച്ച് നമുക്കിപ്പോ സിനിമകളൊക്കെ അഭിനയിക്കാനുള്ള ഒരു സമയമാണ്. അപ്പൊ അത് എന്നോട് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു ഉപദേശം തന്നാണ്. ഇപ്പം നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോ അതിൽ ശ്രദ്ധിക്കാം, അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പിന്നീട് ഒരു സമയം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാണ്. എന്നിട്ട് ഞാനൊരു നോട്ടം കൂടെ അതെ അതെ, ഒരു ഓണത്തിനാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ സിനിമകൾ വന്നത്. അതെ എനിക്കറിയാം. അഭിനയിക്കുന്ന സിനിമകളൊന്നും ഗ്യാപ്പ് എടുത്തിട്ടോ മാറ്റി വെച്ചിട്ടോ സിനിമ സംവിധാനം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് 2027-ലോ 2027-ലോ ഒക്കെ എത്തും. അടുത്ത വർഷം ചെറിയ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്, അതിന് സംവിധാനം ചെയ്യാന്ന് മേടിച്ചിരിക്കുക. ശരി, അടുത്ത വർഷം അവസാനമൊക്കെ നായകൻ ഒരാൾ മനസ്സിലുണ്ട്. അപ്പൊ അത് ഇങ്ങനെ ഒന്നായിട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാം. പിന്നെ ഉറപ്പായിട്ടും അടുത്ത ശ്രീനിവാസൻ സാറിന്റെ എഴുത്തിൽ ഈ ഒരു മോഹൻലാൽ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ല, ആദ്യം അവര് തമ്മിലൊന്ന് സംസാരിച്ചാൽ ചിലപ്പോ വരുമായിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ലാലെന്നെ അറിയുമല്ലോ. എപ്പോഴെങ്കിലും നിങ്ങൾ അപ്പുമായിട്ട് നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു കുട്ടി സമയത്തൊക്കെ ഞാൻ അവർ തമ്മിൽ സംസാരിക്കുന്നത്, അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരം വന്നിട്ടുണ്ടോ? ഞങ്ങള് തമ്മിലുള്ള ഉണ്ട്. ഇല്ല, അപ്പൂന് അങ്ങനത്തെ പഴയ സിനിമകളും അപ്പു പഴയ സിനിമകളൊന്നും കണ്ടിട്ടില്ല ഒന്നും. അപ്പൊ മലയാള സിനിമ ഒന്നും അധികം ഇല്ല, അതിനെ കുറിച്ച് അപ്പൂന് യാതൊരു ഐഡിയ പോലും ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അതിനെ പറ്റി സംസാരിച്ചത്. ജാൻചേട്ടൻ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ജാൻചേട്ടനോട് ജാൻചേട്ടനോട് ഒരു ഇന്റർവ്യൂ എങ്കിലും ഇരിക്കണം എന്നുള്ള ആഗ്രഹമാണ് തോന്നുന്നത്. ഇത്രയും പേര് പറഞ്ഞാൽ ജാൻചേട്ടനോട് ഒരു ഇന്റർവ്യൂ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് തോന്നുന്നു. ശരിക്കും ജാൻചേട്ടൻ എന്നൊരു ആക്ടറിനേക്കാൾ ഒരു ഇന്റർവ്യൂ എന്ന ലെവലിലേക്ക് എന്താ പറയാ, ഒരു സ്റ്റാർ എന്ന ലെവലിലോട്ട് നിൽക്കുന്നവരുടെ ഇന്റർവ്യൂല് മാത്രം ഒതുങ്ങി നിന്നാ മതി എന്നാണോ? ഇപ്പൊ ജാൻചേട്ടന്റെ വാല്യൂ ഉണ്ടല്ലോ, അത്ര ഇരിക്കുമല്ലോ. ഇപ്പൊ ഇന്റർവ്യൂ ജാൻചേട്ടൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഓണാവും, അല്ലെങ്കിൽ അത്ര കണ്ടന്റ് ഉണ്ട് എന്നുള്ള ലെവലിലോട്ടാണ് നിൽക്കുന്നത് ജാൻചേട്ടൻ. കണ്ടന്റ് ഒക്കെ തീരാറായതാണ്. നമ്മള് ഇതിനോടൊപ്പം തന്നെ സിനിമയും വിജയിച്ചാൽ മാത്രമേ നമുക്കൊക്കെ ഗ്രോത്ത് ഉള്ളൂ ആസ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസ് ടെക്നീഷ്യന്മാർ, ക്രിയേറ്റേഴ്സ്. അപ്പം ഇത് സിനിമയാണല്ലോ ഇതിന്റെ ഒക്കെ അടിസ്ഥാനം. അപ്പം ഇന്റർവ്യൂ ഒക്കെ ഈ പറഞ്ഞ നമ്മളൊക്കെ ഒരു ഒരു ഇതിന്റെ ഭാഗമാണ്. നമ്മളൊക്കെ കോഎക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സിനിമ ഇല്ലെങ്കിൽ ഇന്റർവ്യൂ ഇല്ല, ഇന്റർവ്യൂ ഇല്ലെങ്കിൽ നിങ്ങളില്ല, നമ്മളില്ല. അപ്പൊ ജാൻചേട്ടൻ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ സിനിമകളിൽ ഒന്ന് ഗഗനചാരി എന്ന് പറഞ്ഞൊരു പടം, അതൊരു സൈഫൈ കോമിക് സറ്ററിക്കൽ ഫിലിമാണ്. അപ്പം അത് നല്ല രീതിയിൽ വർക്കൗട്ടായി. അതിപ്പോ അത് വർക്കൗട്ട് ആവുമോ കണ്ടായിരുന്നു. അത് നമ്മുടെ ചന്തു, നമ്മുടെ സുഹൃത്താണ്. തിര, തട്ടത്തിൻ മറയത്തിന്റെ ഒക്കെ സ്റ്റിൽസും
ഡിസൈൻ, ടൈറ്റിൽ ഡിസൈൻ ഒക്കെ ചെയ്ത ചന്തുവാണ്. ചന്തു നമ്മുടെ ഏറ്റവും അടുത്ത, അവന്റെ സായനവാർത്തകൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ഗോകുലിനോട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര ഇന്ന് ഇറങ്ങി, അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ വേറിട്ടൊരു സിനിമയാണെന്ന് ഇത്രയും ജോണേഴ്സ് ഒറ്റ സിനിമയില് അത് റിസ്ക് ആണ്, എന്നാൽ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ചേട്ടൻ അതേപോലത്തെ അങ്ങനത്തെ സിനിമകളൊക്കെ നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്ത് പരിപാടി തള്ളി വിടാം. ആണോ ചെയ്തു? ഓക്കെ, അതൊന്ന് ഇതാക്കി നല്ല സിനിമയാണെങ്കിൽ അതിനൊന്ന് കുഞ്ഞു സിനിമയല്ലേ, കാരണം അതൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ വളരെ നമുക്ക് എല്ലാവർക്കും ഗുണമുണ്ടാവും ഇൻഡസ്ട്രിക്ക്. ഞാനല്ലാന്ന് പറഞ്ഞത് പൂർണ്ണമായി പറയാൻ പറ്റില്ല, കാരണം എല്ലാം ജോണറിസ്റ്റിക്കായ സിനിമകളാണ്, ഫോർമുലയുള്ള സിനിമകളാണ്. പക്ഷെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ഇപ്പോൾ തിയേറ്റർ റണ്ണോ അല്ലെങ്കിൽ ആളുകളുടെ സ്വീകാര്യത അങ്ങനെ മനസ്സിലാക്കണം. അതൊന്നുകൂടി നല്ല പിടിച്ച് സംസാരിക്കുക. എന്താ ഇത് ഇപ്പോൾ ഈ 86-87 കാലഘട്ടം പോലെ സുവർണ്ണകാലല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നതിന്റെ വലിയ കാര്യം. പിന്നെ നമ്പർ ഓഫ് ഫിലിംസ് ഭയങ്കര റേഷ്യോ നോക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ്. ആവറേജ് എല്ലാ വീക്കിലും ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം നോക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഹൈ ആവും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് തന്നെ റേഷ്യോ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. സക്സസ് ഫെയിലിയർ ക്വാളിറ്റി വ്യത്യാസം, ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലും ആ ക്വാളിറ്റീനെ പലപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ സിനിമകളുണ്ട് അതിനിടയിൽ വരുന്ന പല സിനിമകൾ. അപ്പോൾ ഈ പറഞ്ഞ മേജർ മെയിൻ സ്ട്രീം സിനിമകൾ അല്ലെങ്കിൽ മേജർ വലിയ വലിയ ബാനറിന്റെയും മെയിൻ സ്ട്രീം സിനിമകൾ ഒഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു സിനിമകളിൽ വളരെ ചുരുക്ക സിനിമകൾ മാത്രമേ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഓടിയ സിനിമകളൊക്കെ വളരെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ബാനറിനും പ്രൊഡക്ഷൻ ഹൗസസ് നിന്നും ഉണ്ടായിട്ടുള്ള സിനിമകൾ ആണ് ഏതെങ്കിലും രീതിയിൽ, അല്ലേ? ബാർമൻ സ്റ്റുഡിയോസ്, പറവ പിക്ചേഴ്സ്, അല്ലെങ്കിൽ എല്ലാം മമ്മൂട്ടി കമ്പനി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഹൈപ്പും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അത്തരം സിനിമകൾ. നമ്മളിപ്പോ കുഞ്ഞു സിനിമകളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല, ആൾക്കാരിലോട്ട് എത്തുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അത് ഒരു അവസ്ഥയാണ്. കാരണം ഇന്നിപ്പോ ഗഗനചാരിയുടെ കേസ് പറഞ്ഞ പോലെ ഗഗനചാരി നമ്മുടെ സിനിമ ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്, ഇന്ന് റിലീസായെന്ന് അറിയുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. കാരണം അത് എത്തിയിട്ടില്ല ആ സിനിമ ആൾക്കാരിലേക്കൊന്നും. അങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നും അതിനെക്കുറിച്ചൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അപ്പം വലിയ വലിയ സിനിമകളും അല്ലെങ്കിൽ എല്ലാവരും വലിയ വലിയ സിനിമകളുടെ പുറകെയാണ്. അപ്പൊ കുഞ്ഞു കുഞ്ഞു സിനിമകളും ആൾക്കാർ അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് എനിക്കൊന്നും ആ രീതിയിലുള്ള മാർക്കറ്റിംഗ്, ബിക്കോസ് വലിയ വലിയ ആക്ടേഴ്സ് വരുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് വരുന്നു. അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി, ബിക്കോസ് അതിനനുസരിച്ചുള്ള ഫണ്ടിങ് ഒക്കെ ഉണ്ട്. അതൊക്കെ വ്യത്യാസമുണ്ട്. തിയേറ്റർ ഹോൾഡ് ചെയ്യണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്, കുറെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാലഘട്ടം നമ്മൾ മാർക്ക് ചെയ്യണമെങ്കിൽ അതൊരു പീരീഡ് ഓഫ് ഒരു സമയം അല്ലെങ്കിൽ ഒരു എറാന്നൊക്കെ പറയുന്നത് ഇത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ 80s എന്നല്ലേ നമ്മൾ പറയണം, അല്ലേ? ഇപ്പൊ അങ്ങനെ പറയാനായിട്ടില്ല. ഇതൊരു 3 മാസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭൂമാണ്. അപ്പം കയറി വരുമ്പോഴേക്കും ഇടമൊത്തോണ്ടൊരു സിനിമ ഇപ്പൊ ഇന്നിപ്പോ ഗഗനചാരിനെ പറ്റി നിങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പേര് അതിനെ പറ്റി പറയുമ്പോൾ അതൊന്ന് കയറി വരുമ്പോഴേക്ക് നെക്സ്റ്റ് വീക്ക് എത്തുമ്പോഴേക്കും ഒരു 5-6 റിലീസ് വരും. നെക്സ്റ്റ് വീക്ക് നമ്മളെ സിനിമയുണ്ട്, അതിനോടൊപ്പം കൽക്കി വരുന്നു. അപ്പൊ ഇന്ന് 21-ാം തീയതി ഈ സിനിമ വരുമ്പോഴേക്ക് നെക്സ്റ്റ് വീക്ക് ആ സിനിമ ഇല്ല തിയേറ്ററിൽ. അപ്പം ഈ വീക്ക് ഇടമൊത്തോട്ട് കയറിയാലും നെക്സ്റ്റ് വീക്ക് ആ സിനിമ തിയേറ്ററിൽ ഇല്ലെങ്കിൽ കാര്യമില്ല. അപ്പം റൈറ്റ് ടൈമിൽ നമ്മുടെ സിനിമയിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ റൈറ്റ് റിലീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സമയത്ത് അതിനെ ഫോളോ, അങ്ങനെ പേടിച്ച് പല സിനിമകളും മാറി പോയിട്ട് നമ്മൾ റോങ് റിലീസിൽ പോയി പെടുന്ന സിനിമകളുണ്ട്. തെറ്റായ സമയത്ത് പോയി നമ്മൾ റിലീസ് ചെയ്യേണ്ടി വരുന്നു. അപ്പം ഇന്നിപ്പോ ഗഗനചാരി ഇറങ്ങിയ അഭിപ്രായമുണ്ട്, പക്ഷെ നെക്സ്റ്റ് അടുത്ത ആഴ്ച എത്ര തിയേറ്ററിൽ അത് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് കൽക്കി വരുമ്പോൾ അന്യ സിനിമ അല്ലെങ്കിൽ അന്യഭാഷ സിനിമ വരുന്ന സമയത്ത് അതുപോലത്തെ ഒരു വലിയ സിനിമ വരുമ്പോൾ എല്ലാവരും അതിന്റെ പുറകെ പോകും. അതാണ് പാർട്ട്നേഴ്സ്. ഓ ഞാനോ? അത് എന്നോട് മാത്രം പറഞ്ഞാൽ മതി, ഇവരൊക്കെ എണ്ണം കുറച്ച് അതാണ് ആക്ടേഴ്സിന്റെ കാര്യം പറയണ്ട. ഇല്ല, അതൊക്കെ ഞാൻ അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരാളല്ല. അങ്ങനെ പോലീസ് ക്യാരക്ടേഴ്സ് പ്രത്യേകിച്ചും നമ്മള് പക്ഷെ വരുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും നിങ്ങൾ അറിയുന്നതും കൂടുതലും പോലീസ് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനൊരു ചോദ്യം വന്നത്. പക്ഷെ ഈ പറയുന്ന മാക്സിമം നമ്മളെ ചെയ്യുന്ന ജോലിയോട് നീതി പുലർത്താൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ അത് സല്യൂട്ട് ആണെന്നുണ്ടെങ്കിലും, ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഓഫീസർ സല്യൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മളത് റിസീവ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മളത് മാക്സിമം അത് നോക്കാറുണ്ട്.
തീർച്ചയായും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ബോഡി ലാംഗ്വേജിലാണെങ്കിലും ഇപ്പൊ ഇതിനകത്താണെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ഒരു പോലീസ് യൂണിഫോമിൽ അങ്ങനെയൊന്നും അല്ല. അദ്ദേഹം പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ പോലീസ് യൂണിഫോം ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷയിലും ഒക്കെ ഒരു എന്താണ് ക്വസ്റ്റനിങ്ങിലും ഒക്കെ ആ ഒരു പോലീസിന്റെ ഒരു ഭാഷ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ. അതൊക്കെ എന്നാൽ നമ്മൾ ഇതിനു മുൻപ് ചെയ്യാത്ത രീതിയിലൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിപ്പം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യണം. പിന്നെ ഇപ്പം ഇതിനു മുൻപ് താങ്കൾ ചോദിച്ചൊരു ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളൊരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ധ്യാനോടത് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയാണ്, നമുക്ക് വരുന്ന സിനിമകൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അത് ഏതൊക്കെ സ്വീകരിക്കും ഏതൊക്കെ ജനങ്ങൾ സ്വീകരിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? അത് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തിയേറ്ററിൽ വന്നു കഴിയുമ്പോഴാണ് അത് ഒരു സിനിമ ഒരിക്കൽ ചിലപ്പം നമ്മൾ ആർട്ടിസ്റ്റുകളോ ഡയറക്ടർ പോലും വിചാരിക്കാത്ത ചില സിനിമകൾ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട്, പ്രൊഡ്യൂസർ ഒന്നും വിചാരിക്കുക. ചിലപ്പം നമ്മളെല്ലാവരും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന സിനിമകളായിരിക്കും സൂപ്പർ ഹിറ്റ് ആവുന്നത്. നമ്മൾ ഗംഭീര സിനിമയായിരിക്കും എന്ന് വിചാരിക്കുന്ന സിനിമകൾ ചിലപ്പം ജനങ്ങള് കാണാത്ത എവിടേക്കോ അങ്ങ് പോകുന്ന സിനിമകൾ, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വരുന്ന സിനിമകൾ നമ്മൾ ചെയ്യാന്നുള്ളതുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പൊ തന്നെ ഈ ഇന്റർവ്യൂ എടുക്കാൻ നിങ്ങൾ ഇത്രയും ചാനലുകാരാണ് വന്നിട്ടുള്ളത്, അല്ലെ? ഈ ചാനൽ ഏത് ചാനലാണ് ജനങ്ങൾ ആദ്യം കാണും നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. നിങ്ങൾ ആ തമിഴില് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഐഡിയ, നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ്, നിങ്ങളുടെ ഒരു എഡിറ്റിങ്, അതെല്ലാം അതിനകത്തൊരു ഫാക്ടർ അല്ലേ? അപ്പൊ അതങ്ങനെ ഇരിക്കും. അപ്പം നമ്മൾ വരുന്ന സിനിമകളൊക്കെ നമുക്ക് ഒരു വിശ്വാസമുള്ള ഡിഫറെന്റ് തോന്നുന്ന ക്യാരക്ടേഴ്സ്, നല്ല സിനിമകൾ നമ്മൾ ചെയ്യാന്നുള്ളതുള്ളൂ. ബാക്കിയൊക്കെ ഇരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിലാണ്. അത് അതിനോട് മറുപടി ചാൻസ് ഒന്നും ചോദിക്കാത്തൊരു ആക്ടറാണെന്ന് കണ്ട ആളുകളോട് അങ്ങോട്ട് കയറി. ഇപ്പൊ ഒരു മോഹൻലാൽ ഒരാൾ സിനിമ സംവിധാനം ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലായി. കാലം കിട്ടുമ്പോൾ ഇപ്പൊ തന്നെ ചാൻസ് ചോദിക്കുമല്ലോ, എന്താ സംശയം? ചാൻസ് ചോദിക്കില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മള് ഒരു മടിയുള്ള ഒരാളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ 1-2 പേരോട് ചാൻസ് ചോദിച്ചപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് അതായതുകൊണ്ടാണ്. അത് വേറെ ഒന്നും കൊണ്ട് വിഷമിക്കുന്ന എക്സ്പീരിയൻസ് ആയതുകൊണ്ടല്ല. അയ്യോ എന്താണ് ഷാജു നിങ്ങൾ അങ്ങനെ ചാൻസ് ചോദിക്കല്ലേ, നിങ്ങൾ പ്രൂവ് ചെയ്ത ആക്ടറല്ല, നിങ്ങൾക്ക് നമ്മൾ നല്ലത് വരുമ്പോൾ തരും, അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ചോദിക്കുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാവുമോ, അല്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്യുമ്പം നമ്മളെ വിളിക്കുമ്പോൾ ഒരു ടൈം എന്തെങ്കിലും പ്രശ്നമുള്ള ടൈം ആയിരിക്കും, അതൊക്കെ ഒരു വിഷമാണ്. പക്ഷെ അങ്ങനൊന്നുമില്ല. നമ്മളെ ഇപ്പം ദൈവാനുഗ്രഹിച്ച് ഞാൻ 25ാമത്തെ വർഷമാണ് ഇപ്പൊ ഇത് തന്നെ. നമ്മള് സിനിമയിലുള്ള പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിലും മുൻപുള്ളവരൊക്കെ ആണെങ്കിലും ദൈവാനുഗ്രഹിച്ച് നമ്മളെ അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു രീതിയിലുള്ള മറ്റൊരു രീതിയിൽ തീർച്ചയായിട്ടും സിനിമകൾ നമ്മൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അതൊരിക്കലും നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരിക്കലും ഒരു സിനിമയിൽ നമ്മുടെ ഭാഗമാവില്ല. അതുകൊണ്ട് നമ്മൾ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കണം. അത് ചോദിക്കുന്നതിന്റെ ചിലപ്പോൾ രീതികൾ മാറും. അടുത്ത സിനിമയിൽ എനിക്ക് എന്തെങ്കിലും വേഷം ഉണ്ടെങ്കിൽ പറയണോ, അങ്ങനെ ആയിരിക്കില്ല. അടുത്ത പറഞ്ഞ നമ്മൾ ഉണ്ടാവില്ലേ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുക. ഞാനോട് അടുത്ത പറഞ്ഞ ഞാൻ ഇല്ലെങ്കിൽ നിന്നെ കൊല്ലും ഞാൻ, അത്രേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ പോലും താല്പര്യം കുറവുള്ളവരോ. അതായത് ഇപ്പം കൂടുതലായിട്ട് ജയന്റെ ആരാധകർ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂവിലൂടെ കുറെ ആരാധകരുണ്ട്, അതുപോലെ തന്നെ. പക്ഷെ ഒരു കിഡ്സിന്റെ ആ ലെവലിലുള്ള ആൾക്കാര് ഉണ്ടാവില്ല എന്ന് തന്നെ തോന്നുന്നു. കാരണം അതായത് ഒരു അങ്ങനല്ല, ദിലീപേട്ടനൊക്കെ ഒത്തിരി ആരാധകരുണ്ട്. അതായത് ചെറിയ കുട്ടികളടക്കം അവര് ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കര ആരാധന ഉള്ളത്. അതേസമയം അങ്ങനെയുള്ള ആരാധകരൊന്നും സൃഷ്ടിക്കുന്ന ഒരു പാൽക്കുപ്പി വേണ്ട എന്ന് വെച്ചിട്ടാണ്. ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ചോദ്യം. അങ്ങനെയല്ലോ, ദിലീപേട്ടൻ ചെയ്ത സിനിമകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്ത സിനിമകളിലൂടെയാണല്ലോ ദിലീപേട്ടനെ ഈ കുട്ടികൾക്കൊക്കെ അറിയാമോ, പേര് പോലും അറിയില്ലായിരിക്കും ചിലപ്പോ ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ. പക്ഷെ പുള്ളി ചെയ്ത സിനിമകളാണ് ആലോചിച്ചത്. നമ്മൾ അത്തരം സിനിമകളൊന്നും തന്നെ എന്റെ ഇന്റർവ്യൂ മനസ്സിലാക്കാൻ ഒരു കുറച്ചുകൂടെ വളരണം, അല്ലേ? അവര് വളർന്നത് എപ്പോ മനസ്സിലാക്കിക്കൊള്ളൂടാ. ഇത്രയും കാലം ഞാൻ നൽകുന്നില്ലേ? എല്ലാം തന്നെ അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും ആ സിനിമയ്ക്ക് വേണ്ടി എത്രത്തോളം പ്രൊമോഷൻ ചെയ്തിട്ടും മറ്റു സിനിമകളെ ആവേശം പോലത്തെ സിനിമകളും ഹിറ്റാവുന്നുണ്ട്. അതിലും കൂടുതൽ ഹിറ്റാണ് നമ്മുടെ സിനിമ എന്ന് പറയുന്ന ഉണ്ടല്ലോ. ഒരു സിനിമയെ അത്രത്തോളം പ്രൊമോഷൻ ചെയ്തിട്ട് ഹിറ്റ് അടിക്കണം എന്നുള്ളൊരു വാശിയുണ്ടല്ലോ, ആ കോൺഫിഡൻസ്. അതെന്തുകൊണ്ടല്ല വാശിന് അങ്ങനെയല്ല. ഒരു ഫെസ്റ്റിവൽ അല്ലേ, ഫെസ്റ്റിവൽ ആകുമ്പോൾ നമ്മള് ഫെസ്റ്റിവലിൽ ഒരു ക്ലാഷ് വരുന്ന സമയത്ത് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ തന്നെയല്ലേ ഞാൻ ഇതൊക്കെ പറഞ്ഞു പോയത്. സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ പറയുന്ന ആൾക്കാർ എടുക്കുന്ന സെൻസ് ഭയങ്കര അവരെനിക്കിപ്പോ
അതിന് ശേഷം വന്നിട്ടുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഞാനിത് തമാശക്ക് പറഞ്ഞാണ്, നമ്മളൊക്കെ വെറുതെ ഒരു ആവേശം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാം ആവേശത്തിനെ കുറിച്ചും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരൊക്കെ നമുക്ക് ന്യൂസ് കിട്ടും ഈ പടം എത്രത്തോളം നല്ലതാണ്. ഇപ്പൊ ഞാൻ അതിന്റെ ഇത് പറഞ്ഞുകൊണ്ടൊന്നും ആ സിനിമ ഒരിക്കലും കാരണം ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞ് പടം ഹിറ്റായിന്ന് ഇത് വന്നു, വെഡിക്റ്റ് വന്നതിന് ശേഷമാണ് ഞാൻ രാത്രി പോയിട്ട് തമാശക്ക് മറ്റേ സാധനമൊക്കെ പറഞ്ഞത്. അത് അതിന് മുന്നേ തന്നെ ആവേശം വർഷാവേശത്തിന് മുകളിലാണെന്നുള്ളത് ഓൾറെഡി വന്നു അല്ലേ. അതിനുശേഷം പോയിട്ട് ഞാൻ മറ്റേ ഉസ്താദ് ഹോട്ടൽ ചരിത്രം നമ്മൾ ആവർത്തിക്കും എന്നൊക്കെ പറഞ്ഞത് ഞാനൊരു ഓളത്തിന് ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത്, അല്ലാണ്ട് എനിക്കറിയില്ല ആവേശാനങ്ങളാണല്ല സിനിമ. പക്ഷെ ആ രീതിയിൽ ആ സമയത്ത് എനിക്ക് എന്റെ സിനിമയെ താഴ്ത്തിക്കെട്ടി പറയാൻ പറ്റില്ലല്ലോ ഒരിക്കലും. എനിക്കറിയാം വർഷങ്ങൾക്ക് ശേഷത്തിലെ പ്രശ്നങ്ങളൊക്കെ. പക്ഷെ അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഞാൻ അഭിനയിച്ചൊരു സിനിമ അതിനോടൊപ്പം വേറൊരു സിനിമ ഇറങ്ങുന്നു. എനിക്ക് ചിലപ്പോ അതിനെ എന്റെ സിനിമേനേക്കാൾ ഇഷ്ടപ്പെടും. എനിക്ക് കണ്ടപ്പോ ആവേശമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു വർഷങ്ങളെക്കാളും. അത് സത്യമല്ലേ, നമുക്ക് നമ്മളെ ടേസ്റ്റ് വ്യത്യാസം വരുന്ന തെറ്റില്ലല്ലോ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ റിലീസായ പല സിനിമകളും ആ സമയത്ത് ഇപ്പോ വന്ദനം അല്ലെങ്കിൽ അഴകിരാമൻ പോലുള്ള സിനിമകൾ അന്ന് വർക്കൗട്ട് ആവാതെ പോയിട്ട് പിന്നീട് ആഘോഷമാക്കിയിട്ട് പത്മനാഭൻ സാറിന്റെ അനന്തരം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് കോളേജിൽ സുഹൃത്തുക്കൾ കളിയാക്കുമായിരുന്നു എന്ത് സിനിമയാണ് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പം പിന്നീട് നമ്മൾ വാട്ടപ്പന്റെ ഒരുപാട് സിനിമകളുണ്ട്. ഈ അടുത്ത കാലത്ത് നോക്കുവാണെങ്കിൽ ബിഗ് ബി ഒരു ആവറേജ് ഫീൽഡിൽ ഒതുങ്ങിയത് പിന്നീട് ചരിത്രമായതാണ്. ആടിന്റെ ഫസ്റ്റ് പാർട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും സിനിമകൾ ചെയ്യുന്ന സിനിമ നോക്കിയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ജനറേഷൻസ് മാറുന്നതുകൊണ്ടാണോ അത് അന്നുണ്ടായിരുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാട് വർഷങ്ങൾ കഴിയുമ്പോൾ കാഴ്ചപ്പാട് മാറുന്നതുകൊണ്ടാണോ പിന്നീട് ആവർത്തിക്കുന്നത്? അല്ല, ഇത് ഈ സിനിമയൊക്കെ അതുപോലെയാണ്. ഇപ്പം ചില സിനിമകൾ ഓർത്ത് ഇപ്പം നാടൊക്കെ മിനി സ്ക്രീൻ അല്ലെങ്കിൽ സ്മോൾ സ്ക്രീനിൽ വന്നപ്പോൾ അല്ല ചില സിനിമകള് സ്മോൾ സ്ക്രീനിൽ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഹ്യൂമർ, ഇപ്പം ഇതിനകത്ത് ഓടാത്ത സിനിമയെന്ന് അച്ഛൻ പലരും പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചില സിനിമകൾ മിനി സ്ക്രീനിൽ വരും അല്ലെങ്കിൽ ടി വിയിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉണ്ടാവും, ചിരിക്കാനുള്ള സാധനങ്ങളുണ്ട്. ഇപ്പം ആട് ഫോർ എക്സാമ്പിൾ. അപ്പൊ അത് അന്ന് ചിലപ്പോ ആ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ആൾക്കാർക്കൊരു ഫസ്റ്റ് സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടല്ലോ, ഫസ്റ്റ് വരുന്ന ആൾക്കാർ അവരുടെ റെസ്പോൺസ് കേട്ടിട്ടാണ് നമ്മൾ പലപ്പോഴും ഫസ്റ്റ് 3 days വരുന്ന ഒരു ഓഡിയൻസിന്റെ റെസ്പോൺസ് കേട്ടിട്ടാണ് നമ്മൾ ഈ പടം കൊള്ളെന്ന് പറഞ്ഞിട്ട് ഒരു 4ാം ദിവസം കൊണ്ട് ഡ്രോപ്പ് ആയിട്ടുണ്ടാവും, പടം വീണ് പോയിട്ടുണ്ടാവും, പിന്നെ ഉള്ളവരാവും. പിന്നെ ഇത് ടി വിയിലൊക്കെ വന്നിട്ട് ഇത് കാണാത്ത കുറെ ആൾക്കാർ വരും. ഇത് പറഞ്ഞ പോലെ ഒന്നുമല്ലോ, ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ പിന്നെ വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് മിനി സ്ക്രീൻ അല്ലെങ്കിൽ സ്മോൾ ഫോൺ അല്ലെങ്കിൽ ഇതുപോലെ സാധനത്തിനകത്ത് വരുന്ന സമയത്ത് വേർഡ് ഓഫ് മൗത്തിലാണ് ഇതൊക്കെ വീണ്ടും പിക്കായി വരുന്നത്. ഇത് ഓടേണ്ട സിനിമയായിരുന്നല്ലോ, ഇത് നല്ല രസമുണ്ടല്ലോ, ഇത് ചിരിക്കാനുണ്ടല്ലോ. അപ്പൊ ഈ വരുന്ന 3 days വരുന്ന ഓഡിയൻസ് ഭയങ്കര ക്രൂഷ്യലാണ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം. അത്തരം ഓഡിയൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓഡിയൻസ് പറയുന്ന അല്ലെങ്കിൽ അന്ന് അവരുണ്ടാക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അത് ഏറ്റവും ചെറുപ്പക്കാരായിരിക്കും. ഇന്നിപ്പോ ഡെഫിനറ്റ്ലി ചെറുപ്പക്കാരാണ്. അപ്പൊ ഇന്നത്തെ യങ് ഓഡിയൻസിന്റെ ഒരു അതാണ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്, മുന്നോട്ടുള്ള ഈ പടം നിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. അത് കണ്ടിട്ടാണ് ഫാമിലി വരുന്നത് അല്ലെ. അപ്പൊ ചെറുപ്പക്കാരെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അത് കേട്ടിട്ട് പിന്നെ കുടുംബ പ്രേക്ഷകരും അവരൊക്കെ വരുന്നത് അതിന് ശേഷമാണ്. അപ്പൊ വേർഡ് ഓഫ് മൗത്ത് ആണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. ബിഗ് ബി എനിക്ക് തിയേറ്ററിൽ കണ്ടിട്ട് ഞാൻ കൈയടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പിന്നെയാണ് അതിന്റെ കൂടെ ഓപ്പോസിറ്റ് വന്നത് ചോട്ടാ മുംബൈ. അപ്പം അതിനോടൊപ്പം ഓപ്പോസിഷൻ വന്നത് ബ്ലോക്ക് ബസ്റ്റർ ആവുകയും അപ്പൊ അതിന്റെ അത്ര വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതല്ലാതെ ബിഗ് ബി അന്ന് ആവറേജ് ഹിറ്റ് ഒന്നല്ല, അത് വലിയ ഹിറ്റ് തന്നെയായിരുന്നു ബിഗ് ബി ആ സമയത്ത്. അടുത്ത ഒരു ചോദ്യം കഴിഞ്ഞ പല ഇന്റർവ്യൂകളിലൊക്കെ ചില സമയത്ത് ഞാൻ തൊഴിലില്ലാത്ത പടമാണെങ്കിൽ ചില ഹിന്റ് തരും. അപ്പൊ പാർട്ട്നേഴ്സിനെ പറ്റി അങ്ങനെ വല്ല ഹിന്റ് ഒന്നുമില്ലല്ലോ. അത് എന്റെ ഇന്റർവ്യൂ ഫാൻസിന് മനസ്സിലാവണം. ഇതപ്പോ പക്കയായിരിക്കും. അല്ല അങ്ങനല്ല, അങ്ങനെയാണ്. ഫോൺ എറിഞ്ഞിട്ടാണോ ഷൈൻ വൈറലായത്? അങ്ങനെയല്ല. ഇത്രയും ബുദ്ധിമാന്മാരുടെ കുറച്ചുകൂടെ നിന്നെ ആരോ കുറച്ച് പറ്റിച്ചതാണ് നിന്റെ ചോദ്യം ചോദിക്കാൻ വേണ്ടി. അവരായിരിക്കും നീയാണോ പറഞ്ഞ ചോദ്യം ചോദിക്കാൻ? നിനക്ക് ഭയങ്കര ചിന്തപ്പനായിരിക്കും.
സമയം ഇപ്പോൾ വന്ന എല്ലാവർക്കും നന്ദി. പാർട്ട്നേഴ്സ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. 28-നാണ്, അല്ല ഇപ്പം കാണണ്ട, 28-ാം തീയതി ആണ് റിലീസ്. എല്ലാവരും കാണുക. എല്ലാവരും പുറത്ത് റെഫ്രഷ്മെന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്